ഈ കലയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കലയുടെ ഷേപ്പിനെതിരായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഷേപ്പ്ലെസ് ആയിരിക്കണം, ഇല്ലെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു വാർപ്പ് മാതൃകയൊന്നുമില്ല, ഒരു ഷേപ്പ്ലെസ് ആണ്. അതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമാണ്, ചില ശുദ്ധിവാദക്കാരുടെ വാദങ്ങൾക്കെതിരാണ്. കല എന്ന് പറഞ്ഞാൽ ഇന്നതായിരിക്കണം എന്നുള്ളിടത്ത് നിന്നാണ് അങ്ങനെയാണ് എല്ലാവരും വിചാരിക്കുക. ഇതാണ് ആർട്ട്, ഇന്നതാണ് ആർട്ട്. ഞാൻ ആർട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അവൻ കൂലിപ്പണിക്കാരനാ, കയ്യെ കിരീനണ്ടില്ലേ, പേന പിടിക്കണ കൈയല്ല, ഞാൻ കൂലിപ്പണിക്കാരനാ. അപ്പൊ എനിക്കറിയുന്ന ആർട്ടാണ് എനിക്കറിയുന്ന വഴിയിലൂടെ ഞാൻ കൊണ്ടുവരുന്നത്. അപ്പൊ ആൾക്കാരെ അത് അംഗീകരിക്കുന്നുണ്ട്. ഓ, കലാകാരനാണ് വേണമെന്നുള്ള ആൾക്കാരെ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ കലാകാരനല്ല, ഞാൻ കല പഠിച്ചിട്ടില്ല. അപ്പോൾ കലയ്ക്ക് അങ്ങനെ ഷേപ്പ് ഒന്നുമില്ല. കല ഷേപ്പ്ലെസ് ആണ്, വെള്ളം പോലെയാണ് കല. കലയ്ക്ക് അങ്ങനെ ഷേപ്പ് ഒന്നുമില്ല. കലയ്ക്കൊരു ഷേപ്പ് ഉണ്ട്, എല്ലാത്തിനും ഒരു ഷേപ്പും വിശുദ്ധിയൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടെന്നാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്. ഈ വിശുദ്ധി ഉണ്ട് എന്ന് പറയുന്ന സാധനത്തിനെ ആദ്യം തല്ലി പൊട്ടിക്കണം. അങ്ങനെ ഒന്നിനും ഒരു വിശുദ്ധിയും ഒന്നിനും ഒരു ഷേപ്പും അങ്ങനെ ഒന്നുമില്ല കലയ്ക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ കലയ്ക്കൊരു ഷേപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ആസ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ വളരില്ലായിരുന്നു. ഞാൻ ഇപ്പോഴും അത്ര വളർച്ചയുള്ള ആർട്ടിസ്റ്റ് ഒന്നുമല്ല. പക്ഷെ കലയ്ക്ക് അങ്ങനെ ഷേപ്പ് ഒന്നുമില്ല. തീർച്ചയായിട്ടും.